ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ മാവ് കോരി വയ്ക്കാൻ പോവാണേ. ഇതാ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ട്, നല്ല സ്പോഞ്ച് പോലത്തെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ നമ്മളൊരു വെണ്ടയ്ക്കയും സവാളയും ഉണ്ട്. ഒരു ചെറിയൊരു മീഡിയം സൈസ് സവാളയുണ്ട്, കുറച്ച് ചെറിയ ഉള്ളിയുണ്ട്. ഇത് വഴറ്റിയെടുത്തിട്ട് സാമ്പാർ വയ്ക്കാനാട്ടോ. പിന്നെ ഇതിവിടെ അരി തിളച്ചുകൊണ്ടിരിക്കുന്നു. ചമ്മന്തി ഞാനിതിവിടെ അരച്ചിട്ടുണ്ട്. ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണിത്. ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പരിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട്. ഉള്ളി ഇതൊക്കെ വഴറ്റിയത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി തക്കാളി ഒരു പകുതി എടുക്കുന്നുള്ളൂ. അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 ഹൈ ഫ്ലെയിമും 2 ലോ ഫ്ലെയിമും. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം.